കോഴിത്തല ആണോ? അമ്പലത്തിൽ പോകാൻ റെഡിയാക്കി കൊടുക്കാം. ദളപതി വിജയനെ കാണുവാനുള്ള 23ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെല്ലാരും കടന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് ഈ ഫാമിലിയുടെ കൂടെ ആട്ടോ. ഇന്നലെ നമ്മൾ ഇവരുടെ കൂടെയാണ് സ്റ്റേ ചെയ്തത്. இந்த இடத்துல பேர் என்னண்ணே? புதுமாவட்டம். உங்க பேர் ஒரு வாட்டி சொல்லுங்க. பாபு. பேர் சொல்லுங்க. സുഗന്ധി. യാശി. മറ്റേ അമ്മൂമ്മോടെ ഉണ്ട് കേട്ടോ. ആള് കുളിക്കാൻ വേണ്ടിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പോട്ടാ ശരി ഗൈസ്, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇത് കാണാൻ ഈ പുറകെ കാണുന്ന വീടാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത. പശു വന്നിട്ട് അതെ ചടിപ്പോയി. പഴയ മറ്റേ ഇഷ്ടക്കട്ടയുടെ വീടാണത്. 7 മണിക്കാണ് ഞങ്ങളുടെ കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്തത്. എന്റെ പുറകെ കാണുന്നുണ്ടല്ലോ, ഇത് ഫോറസ്റ്റ് ഓഫീസ് ആട്ടോ. നമ്മള് ഫ്രീ ആയിട്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറാണ്. പക്ഷെ നമ്മള് പോകുന്നോണ്ട് കയറുന്നില്ല. ഇവിടെ കേട്ടോ പുലിയുടെ പടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറെ അധികം കുരങ്ങിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കുറെ മാന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ ഉള്ളിലോട്ട് കയറിയല്ലേ കാണത്തുള്ളൂ കേട്ടോ. നമുക്ക് എന്നാലും കയറാൻ പറ്റുന്നൊരു മൂടല്ല. അവൻ നമ്മൾ തിരിച്ചു പോവാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തന്നേനെ. അത് ഹനുമാനല്ല, അത് ഉള്ളിലോട്ട് എന്തൊരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പെரிய കോവിൽ ഇരിക്കാ, ശിവൻ കോയിൽ ഇരിക്കാ. ഇവിടെ ശിവൻ കോയിലുണ്ട് കേട്ടോ. ഇതാണ് തിമ്മലൈ. നമ്മളിവിടെ തെമ്മലയെന്ന് അറിയില്ലേ, അതുപോലെ ചെറിയൊരു പെട്ടിക്കൂട്. അതിന് തൊട്ട് പുറകിലൊരു വീട് കണ്ടോ. അതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ വന്ന കേട്ടോ. ഫ്രഷ് ആയി കാണുന്ന പെട്രോൾ പമ്പാണ്. തിരിച്ച് നമ്മള് റോഡിലേക്ക് കയറാൻ പോവാ കേട്ടോ. എന്താ അറിയോ കൂട്ടിയിട്ടേക്കുന്നത്? അപ്പുറത്ത് കൈക്കോല്, ഇപ്പുറത്ത് വീട്, ഇപ്പുറത്ത് പശുക്കള്. ഇത് NH റോഡിന്റെ തൊട്ടരികിലാട്ടോ. ഒരു 10 മീറ്റർ പോലും ഇല്ല കണ്ടോ, ഇത്ര അടുത്ത്. ഞങ്ങള് കുളിച്ചത് പെട്രോൾ പമ്പിലാണെങ്കിലോ അവിടെ കണ്ടോ രണ്ടുപേരും കുളിക്കുന്നത് പാടത്ത്. അതും പഴയ നമ്മുടെ എന്താ തോർത്തല്ല കേട്ടോ. ഒരാൾ തോർത്തെടുത്തിട്ടുണ്ട്, ഒരാൾ മറ്റേ പഴയ സ്റ്റൈലില് മുമ്പിലും പുറകിലും ഓരോ തുണിക്കാശം വെച്ചേക്കുന്നത്. നൊസ്റ്റാൾജി. ഇവിടുത്തെ മൊത്തം പാടോട്ടെ കാണുന്നത്. ഇത് അപ്പുറത്ത് അവിടെ പശുക്കളൊക്കെ മേയുന്നുണ്ട്. ഇത് കരിമ്പിന്റെ തോട്ടം. ഓർമ്മ അല്ലേ? ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ നടന്നു വന്ന ഭാഗം ഉണ്ടല്ലോ, ഉച്ചനമായിട്ട് കിടക്കുന്ന ഭാഗമാട്ടോ. സത്യം പറഞ്ഞാല് അങ്ങോട്ട് നോക്കിയേ കണ്ടോ, മൊത്തം കാട് പോലെ. ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാല് പാടാണ് കണ്ടോ. മൊത്തത്തിലൊരു വിജനത. രാത്രിയൊക്കെ ആണെങ്കിലോ എനിക്ക് അവിടെ തന്നെ വരുമ്പോ രാത്രി പോയിട്ടുണ്ടായിന്. അത് മാത്രല്ല അവിടെ കടകളൊന്നും ഇല്ല. നമ്മളിന്നലെ രാത്രി എന്തായാലും ഇങ്ങോട്ട് വരാഞ്ഞ നന്നായി. അവിടെ കിടക്കേണ്ട സാഹചര്യം പഠിച്ചവനായിട്ട് ഉണ്ടാക്കി തന്നേ. അമ്പലത്തിന്റെ ചോട്ടിലൊക്കെ നമ്മള് പാമ്പിന്റെ പുറ്റ് കണ്ടിട്ടില്ലേ? ഇതുണ്ടോ പാമ്പി പുറ്റ്? പാമ്പിന്റെ പുറ്റാണോ അതോ ഉറുമ്പിന്റെ പുറ്റാണോ? ഉറുമ്പിന്റെ പുറ്റ് ചെറിയ പുറ്റല്ലേ? ഉറുമ്പിന്റെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പുറ്റും ആണോ? രണ്ടിലെ അതേ ഒരു പുറ്റാണ്. ഇന്നലെ കണ്ടപ്പോ കാണിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എത്തിയാട്ടോ. റോഡിന്റെ തൊട്ട് സൈഡിൽ തന്നെ. ഇപ്പുറത്താണെങ്കിൽ വലിയ വലിയ കാടും. തുമ്പില്ലത് ചത്തടാ. എന്റെ കണ്ണോക്കൂ, ചത്ത് ആള് വടിയായി കിടക്കാ റോഡിൽ. നല്ല രസമുണ്ടല്ലേ കാണാന്. നമുക്ക് അവനെ ഇവിടെ വെക്കാം. ഞങ്ങൾ അപ്പുറത്ത് ക്രോസ് ചെയ്ത് വന്നിട്ടാ. ഇവിടെ ഐസ്ക്രീം വണ്ടി ഉണ്ട്. എന്നാ കുച്ചി இருக்கா? என்ன இருக்கு? காட்டுங்க. ചോക്കോബാറ് എന്നാ വേണ്ട പറ. എന്നാ വേണ്ട എടുക്ക്. ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങിക്കട്ടെ. അണ്ണന്റെ കയ്യിൽ നിന്ന് ഒരു കോലാപ്പിയും വാങ്ങിച്ചു. അണ്ണൻ പോവാട്ടോ. ഒരു ബോട്ടിൽ ഐസ്ക്രീം വാങ്ങിച്ചു 50 രൂപ പറഞ്ഞിട്ടോ. ലാസ്റ്റ് 40 രൂപയ്ക്ക് വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? സമയം 9:30 ആയിട്ടോ. നമ്മൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇത് കഴിച്ചോണ്ട് നടക്കാണ്. കുളിച്ചോ? ഇല്ല, ഈ വെയിലത്ത് ഇപ്പൊ വെള്ളമാവും. അത് സെമ്പിയന്മാ ദേവി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. എന്റെ കോല ഐസ്ക്രീം തീർന്നു. എന്റെ ആ തണുപ്പ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ നല്ല സുഖല്ലേ? സൂപ്പറാ. നാവെല്ലാം ഇങ്ങനെ ആവും. 2 ആട്ടുംകുട്ടികളെ തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ടോ. നമ്മളെല്ലാരും എള്ളെണ്ണ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ എള്ളെണ്ണ എന്ത് സാധനത്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കറിയോ? ഇതുണ്ടോ ഈ കിടക്കുന്നത് എള്ളെണ്ണയുടെ ഒരു തയ്യാട്ടോ. ഇതിനകത്ത് നിന്നാണ്. ഇതുണ്ട് ചെറിയൊരു കാ പോലത്തെ സാധനം കണ്ടോ. കിട്ടോ നോക്കട്ടെ. പറിച്ചുണ്ടാക്കി ഇരിപ്പുണ്ട്.
ആണോ എള്ള് ഇതിനകത്ത് നിന്നാണ് നമ്മുടെ എള്ള് വരുന്നത് കേട്ടോ. അവസാനം അത് അതിനകത്തുനിന്ന് പറിച്ച് എടുത്ത് കാണിച്ചു കൊടുത്ത്. ഈ എള്ള് എന്തെല്ലാം കാര്യത്തിന് ഉണ്ടാക്കാന്നറിയോ? ഈ എണ്ണ ഉണ്ടാക്കൂലേ എള്ള് വെച്ചിട്ട് എള്ള്, ആ എണ്ണ ഉണ്ടാക്കാ. അതുപോലെ എള്ളുണ്ടല്ലേ അതുണ്ടാക്കാ. ഇപ്പൊ തരുണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിലും വേണമെങ്കിൽ ഇടാം. നല്ലതാണ് പറയണേ. വേണ്ട നല്ല രസമില്ലേ കാണാൻ? ബ്രൗൺ കളർ തിന്നോക്കാം. നമ്മള് നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ പുറകെ ഒരെണ്ണം വന്നിട്ടോ. എന്നിട്ട് നീ ഭക്ഷണം കഴിച്ചു അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചില്ല, പോകുന്ന വഴിക്ക് കഴിക്കുമെന്ന് പറയും. ഇപ്പൊ 5 കിലോമീറ്റർ നിങ്ങൾ പോയാലേ ഭക്ഷണം കഴിക്കുള്ളൂ പറയും. സമയം 10 മണിയായി. അങ്ങനെ നമ്മളെ പിടിച്ചെടുത്ത് നമുക്ക് ഫുഡ് വാങ്ങിച്ചെടുത്ത് തന്നെ. അമ്മേ പേര് സല്ലേ? My name is Rahul. ராகுல். இந்த இடத்தோட பேரு செம்பின்மாரி வீடு செம்பியன். பக்கத்துல எங்க ஹோட்டல் இல்ல. தேங்க்யூ. சிஎம் பாக்குறீங்க கேட்டது. ഓക്കെ കണ്ടിപ്പാ. അമ്മ നന്ദി. கண்டிப்பா. അപ്പൊ നമുക്ക് ഫുഡ് വരെ വാങ്ങിച്ചോണ്ട് തന്നിട്ടോ, വെള്ളം വാങ്ങിച്ചോണ്ട് തന്ന് ഞാൻ പൈസ തരാന്ന് പറഞ്ഞിട്ടോ. വേണ്ട, ഇത് എന്റെ അണ്ണന് ഞാൻ കൊടുക്കുന്നതാണ്. ഗൈസ് നമ്മള് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. ഇവിടെ നല്ല പാക്ക് ചെയ്യാണ്. അതിന് റീസൺ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് അമ്പലത്തിൽ പരിപാടി ഉണ്ട് കേട്ടോ. വലിയ പരിപാടിയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ പോവാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടാനുള്ള അവസരം ഉണ്ട്. വേണം അണ്ണന്റെ കൂടെ പോവാ കേട്ടോ. ഇത് നോക്കുന്നത് നമ്മൾ നടന്നു വന്നതിന്റെ ആ ഒരു ഇതാട്ടോ. റോഡ് ക്ലോസ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. തിരിച്ച് അതേപോലെ പൊക്കോണ്ടിരിക്കട്ടെ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. അവിടെയാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടെ സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ തമിഴ്നാട്ടുകാരായിട്ട് കുളിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. അതെന്തായാലും ഇന്ന് നടക്കും. കുറച്ച് പോകുമ്പോഴെല്ലാം നടന്നു പോയപ്പോ ഒരു പശുവിനെ സൈക്കിളിൽ കെട്ടിക്കൊണ്ട് പോയില്ലേ, ആ ആളാട്ടോ. ആള് പോയിട്ട് തിരിച്ച് മാടിനെ കെട്ടി ബൈക്ക് എടുത്തോണ്ട് കൂട്ടാൻ വേണ്ടി വന്നത് നമ്മളെ. ആ കാണുന്നതാണ് കോവില്. മൊത്തം കരിമ്പാട്ടോ. നമ്മളങ്ങനെ ഒരു കരിമ്പന്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചപ്പുറത്തോട്ടല്ല, അടിപൊളി സീനൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അമ്പലങ്ങൾ കേട്ടാ, അതാണ് ചെറിയ ചെറിയ അമ്പലങ്ങള്. ദിസ് ഈസ് യുവർ ലാൻഡ്. എത്ര ഏക്കർ? 2 ഏക്കർ. ഓക്കെ. നെല്ല്. ഇത് കാർസി. നമ്മുടെ കൂടെ ഇരിക്കുന്നത് 4 ഏക്കറിന്റെ മുതലാളിയാണ്. കണ്ടാ പറയോ? ഹായ്. ഇതാണ് നമ്മുടെ അണ്ണന്റെ ലാൻഡ്. അതിന് നേരെ ഓപ്പോസിറ്റ് കുറെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇവർ എന്തിനാ ഇരിക്കുന്ന അറിയോ? ഈ ഒരു കുളത്തിൽ ചാടാൻ വേണ്ടി. ഞങ്ങൾ കുളിക്കാൻ പോകും. എനിക്ക് കുറെ ആളത്തെ ആഗ്രഹമായിരുന്നു ഇപ്പൊ ഇവിടെ കേറിയിട്ട് ഒന്ന് മുങ്ങി കുളിക്കണമെന്ന്. എന്റെ சேட்டா அகைன் பேந்திரிக்கா. ஜம்ப் ஸ்ட்ரைட் சேட்டா. அவங்க வீடியோவே எடுக்கவே இல்ல. மறுபடியும் அப்படியே வந்துச்சு. എവിടെ ഉണ്ടല്ലോ തലയിൽ ഭയങ്കര ചൂടാണ്. വെള്ളത്തിൽ ചാടിയിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി വരാനേ തോന്നില്ല. സൂപ്പർ. നല്ലൊരു കുളി കുളിച്ചു. നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണമല്ലേ, ഭക്ഷണം കഴിച്ചു. ഇഡ്ഡലിയും സാമ്പാറും നല്ല ചട്നിയൊക്കെ ആയിരുന്നിട്ടോ. കണ്ടോ അതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കവറിലാക്കിയിട്ടുണ്ട്. പോവല്ലേ എല്ലായിടത്തോ. നമ്മുടെ അപ്പുറത്തെ അമ്പലം കണ്ടില്ലേ, ഞങ്ങൾ അമ്പലത്തിൽ അങ്ങോട്ട് പോകട്ടോ. അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. ഞാൻ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മളങ്ങനെ നമ്മുടെ പൊന്നുംകുളത്തിനോട് വിട പറഞ്ഞു പോവാ കേട്ടോ. അണ്ണൻ വന്നിട്ടുണ്ട്, ഡ്രസ്സൊക്കെ പോയി. മീനുണ്ട്. അമ്മാതിരി വെയിലടിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര സന്തോഷം ഉണ്ടോ. അണ്ണൻ പോയി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ആ മരത്തിന്റെ അടിയിൽ കേട്ടോ പോയതിന് വെള്ളം കേട്ടോ. ഇവിടെയാണ് പൈപ്പ് കണ്ടോ. ഇവിടെ നിന്ന് വെള്ളം എടുത്ത് പോകാൻ വേണ്ടി പോയേക്കാണ്. നമ്മളിപ്പോ കുളിച്ചില്ലേ, ഞാൻ ആദ്യം ഓർത്ത് നമുക്ക് മാത്രം വേണ്ടി ഒരു പൂള് വേണ്ടി മാത്രം ഉള്ളതാ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ കുറെ അധികം ഇതുപോലെ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു കൃഷിയുടെ ഭാഗം. ഒക്കെയാ നെല്ലിക്ക് ഹണി ആദ്യം അപ്പൊ ഇവര് പൈപ്പ് കണക്ഷനാട്ടോ. പൈപ്പ് കണക്ഷൻ വന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ ഇതിനകത്ത് സ്റ്റോർ ചെയ്തോണ്ടേയിരിക്കും. സാധാരണ നമ്മള് വലിപ്പല്ലേ. தலைவர் மன்றத்துக்கு தான் போறாங்க. ഈ ഭാഗത്ത് നമ്മുടെ കാർണിവലും ഉണ്ട് കേട്ടോ. അതായത് കൊറേ ഉണ്ട് കേട്ടോ. അതെ അവിടെ ഒരു ദേവിനെ കിടത്തിയേക്കുന്നുണ്ടോ മണ്ണ് വെച്ചിട്ടാക്കിയിട്ട്.
We are going to this advanced function. ഓക്കെ Kill this Arman. ഓക്കെ അതായത് ഇവര് ആ കുതിരനെ കൊണ്ടുപോയിട്ട് ഈ നാട്ടിലെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതിലെ ചുറ്റും എന്നിട്ട് ഇവരെന്ത് ചെയ്യും തിരിച്ചു വരും കണ്ടോ കൊണ്ടുപോകുന്നുണ്ടോ അപ്പൊ പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടായാലും ഞാൻ ആലോചിക്കാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളും അണ്ണനെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരും എന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് അടിപൊളിയായിട്ട് കൺകുറുകെ കണ്ടിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ നമുക്ക് വേണ്ടിട്ട് കരിക്ക് വെട്ടി തരും കേട്ടോ കരി കുടിക്കല്ലേ എന്താന്നറിയോ അമ്പലത്തിൽ പോണി റെഡിയാക്കി കൊടുക്ക അതാരും റെഡിയാക്കി കൊടുക്കുന്നത് ഉங்க പേര് சொல்லுமா ഈ പുറകെ കാണുന്ന ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫോട്ടോയിൽ നോട്ടിട്ട് പോകുന്നുണ്ട് 10 കുട്ടികളൊക്കെ അത് തമല ലുക്ക് ഉണ്ട് സൂപ്പർ ഒരു വെറൈറ്റി ഫീലിങ്സോ വെറൈറ്റി മൂവ്മെന്റോ ഞങ്ങളെല്ലാരും ഡ്രസ്സൊക്കെ മാറി വേറെ ലെവലായി ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവം കാണാൻ വേണ്ടി പോവാട്ടോ എന്താ കാണിച്ചോ സപ്പ്യുണ്ടോ നോക്കുക കേട്ടോ അമ്പലത്തിന്റെ അടുത്തെത്താറായിട്ടോ ഇവിടെ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് നമ്മൾ പേടിച്ചു കേട്ടോ ജാതി എന്നത് Swami. സാമി കയറിച്ച് ഒരാളെ നേരത്തെ സാമി കയറിട്ടോ കൊണ്ടുപോകുന്നുണ്ടോ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അതുണ്ടോ ഞാൻ മുകളിലോട്ട് പറഞ്ഞിടും അവിടെ പോയിക്കോ മുകളില് ഞാൻ ഈ ക്രൗഡിന്റെ ഇടയിൽ പോകുമ്പോ ചിലപ്പോ കാണത്തില്ല അപ്പൊ ഒട്ട് നടന്ന് നോക്കി കഴിഞ്ഞാൽ കാണാമല്ലോ അതിനുവേണ്ടി പറഞ്ഞിട്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു ദേവി കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഈ സ്ഥലം ഉണ്ടോ അവിടെ ചോര പോലത്തെ അത് അങ്ങ് എന്നാ പോടുകയാണോ തെരലയാ ഇതിന്റെ സൂര്യ ഇല്ലയാ അപ്പൊ ഇത് ഇവിടുത്തെ ഈ ഉത്സവത്തിന് ആയിത്തരില്ല അത് ഇവിടെ കട്ട് ചെയ്യും നമ്മുടെ ബലി എടുക്കുന്ന പറയില്ലേ ആ രീതിയിൽ കട്ട് ചെയ്യുന്ന കേട്ടോ അവിടെ പോയിട്ട് ഓരോരുത്തർ ഇതുപോലെ അവിടെ തൊട്ട് പ്രാർത്ഥിക്കും ഇവിടെ തീ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്തുനിന്ന് എടുത്ത് തലയിൽ തൊടും അത് സ്വാമിയോട് തെറ്റിയത് കട്ട് ചെയ്തു ഓക്കെ ഇതിന്റെ താഴത്തൊരു തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ശൂലത്തില് നാരങ്ങ കുത്തി വെച്ചത് അത് ആര് സ്വാമി സ്വാമി അത് ഒരു കറുപ്പസ്വാമിയാ? ഗർഭസ്വാമിമാരി അതിന്റെ അവിടെ പഴവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരമ്മ പ്രാർത്ഥിക്കുന്നതാണോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ബോർഡ് കണ്ടോ ഇവിടെ ഉള്ളവർ മൊത്തം ഇത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇത് ഗോൾഡാ ഗോൾഡ് ഇല്ല ഗോൾഡ് മാറി ഗോൾഡ് ഞാൻ ഓർത്ത് ഗോൾഡാണ് ഇത് എന്നത് പൊങ്കൽ രണ്ട് സെക്യൂരിറ്റി ഉണ്ട് കണ്ടോ ഇതിന്റെ ഉള്ളിൽ ഒരു സ്വാമി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ആ സ്വാമിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഞങ്ങൾ മാത്രം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാ അതിന്റെ ഉള്ളിലോട്ട് കയറുന്നതിന്റെ കവാടം ചൂട് എടുത്തിട്ട് ഓടിയാണ് ചെല്ലി 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 അവ പറഞ്ഞ ഭയങ്കര സ്നേഹം ഇതാട്ടോ ഇവിടുത്തെ ഒരു സ്വാമി നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൂരത്തുനിന്ന് കണ്ടില്ല പൊക്കിക്കൊണ്ട് പോയത് അതിനെ തിരിച്ചു കൊണ്ടുപോകുമ്പോ ആ ഒരു രഥം പോലത്തെ കാര്യങ്ങൾ ഇതിന്റെ മേത്ത് കുതിരയൊക്കെ കേട്ടോ കുതിരയുണ്ട് പിന്നെ കറുപ്പസ്വാമിയാന്ന് തോന്നുന്നു ലാസ്റ്റ് ഇന്ത്യക്ക് അപ്പുറം വന്നിக்கலாம் നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേണോ ഫയർഫോഴ്സും കാര്യങ്ങളും പോലീസും അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നേരിടാന് നമ്മളെ വീട്ടിലേക്ക് പോകണം നമ്മള് ആദ്യത്തെ ആ സ്വാമിയുടെ നമ്മൾക്ക് ഇത് കട്ട് ചെയ്യും ആ ഒരു ചടങ്ങാണ് ആദ്യം കഴിഞ്ഞത് ഇനി അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് അവിടെ കണ്ടോ ഒരു രഥം കണ്ടോ ആ ഒരു രഥം ഇത്ര ഭാഗത്ത് കൂടെ കൊണ്ടുപോകും അതിനുശേഷം അഗ്നി അത് എന്നാ சொல்லுவாங்க അഗ്നി അഗ്നി മരിക്കരുത് അതായത് തീ കൂടെ ചാടുന്ന തെയ്യം അത് തന്നെ 5 മണിക്കാ അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് വരാന്ന് വെച്ചു നല്ല ക്രൗഡ് എന്ന് വെച്ചാൽ നല്ല ക്രൗഡാ കേട്ടോ ആണോ നമ്മള് തിരിച്ചു പോവാണ് അറിഞ്ഞോളൂ ഇപ്പൊ പൂവൊക്കെ വെച്ച് പായസം പരിപ്പോട ചെറിയ തട്ട് ഇത് നമ്മുടെ വെൽക്കം ഡ്രിങ്ക് കേട്ടോ വെള്ളവണം വിളിച്ച് ഇത് ഞമ്മു അടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പാട്ടി കൊണ്ട് തന്നെ കേട്ടോ ഇവരൊക്കെ അധികം വീഡിയോയിൽ കാണിക്കണ്ട എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അതുകൊണ്ടാട്ടോ ഞാൻ ഉൾപ്പെടുത്താട്ടെ എല്ലാരും ഉൾപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്
കുറെ അധികം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. പക്ഷെ അവരുടെ രീതി അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് റെസ്പെക്ട് ചെയ്യണം, നമ്മൾ തിരിച്ച് റെസ്പെക്ട് കൊടുക്കണ്ടേ, അതുകൊണ്ടാട്ടോ ഞാൻ ഉൾപ്പെടുത്താൻ പറയുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഉൾപ്പെടുത്തും. എന്താ ചോറും ഇതെന്താ ഇതൊരു സാമ്പാർ പോലത്തെ കറി കിഴങ്ങ് കേട്ടോ, കഴിക്കല്ലേ? അപ്പൊ ഇത് ഫ്രണ്ട്സ് ആട്ടോ, ആളെ വിളിച്ചോണ്ട് വന്നതാണ്. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാ. കഴിക്കട്ടെ, പരിപ്പോടെ കഴിക്കണ്ട കേട്ടാ. അമ്മ നാട്ടില് സാമ്പാർ വെക്കുമ്പോ പച്ചക്കറികൾ മാത്രല്ലേ, പക്ഷെ സാമ്പാറില് മാങ്ങ ഇട്ടേക്കുന്ന കാണിച്ചു തരാം. ഇന്നുണ്ടോ എങ്ങനെയുണ്ട്? ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കണം. കേട്ടോ നമ്മുടെ സാമ്പാറ്, ഇത് രസം, അത് കിഴങ്ങ്. ശരിക്കും മാമ്പഴ പുളിശ്ശേരി പോലെ കേരള ഒരു കട ഇருக்கு, അതിന്റെ പേര് മാമ്പഴ പുളിശ്ശേരി. ഇതാ തമിഴ്നാട് സ്റ്റൈല്. ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ നമ്മള് കൈ എഴുതുന്നത്. നമ്മളവിടെ പോയില്ലേനോ നിക്കിന്റെ കിട്ടില്ല, അതേപോലെ ഈ കമ്പി ആ രഥം വലിച്ചോണ്ട് പോകുന്ന കേട്ടോ. കാശ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ കയ്യിലിരിക്കുന്ന തട്ടുണ്ടല്ലോ, ഈ തട്ട് ഇവര് കടകളിൽ കൊടുക്കുന്ന തേങ്ങയും പാലും അതുപോലെ ശർക്കരയും പഴവും ഒക്കെ ഉണ്ടല്ലോ, ഇത് ദൈവത്തിന് കാണിക്കായിട്ട് കൊടുക്കുന്ന കേട്ടോ. അതിനകത്തുനിന്ന് ആ തേങ്ങ അവിടെ പൊട്ടിക്കും, തട്ട് വാങ്ങിയിട്ട് തട്ട് തിരിച്ചു കൊടുക്കും കേട്ടോ. ഇത് ഇവിടുത്തെ കുറെ അധികം ജനങ്ങൾ ഇവിടെ ഇതിനോട് തന്നെയാണ് കേട്ടോ. നല്ല ക്രൗഡ് എന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡ് കേട്ടോ. ഇത് അത്രത്തോളം വെയിറ്റും ഉണ്ട്. ഇതിന്റെ പുറകില് JCB ഉണ്ടോ, ആ JCB തള്ളി കൊടുക്കും. അതുപോലെ ഇവിടെ കിടക്കുന്ന കമ്പി ഉണ്ടോ, കിടക്കുന്ന കമ്പി ഉണ്ടോ. അപ്പൊ ഇത് ഇവിടുത്തെ മക്കള് തന്നെ ഇത് വലിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ രഥം നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ തീമതി എന്ന് പറയുന്ന സംഭവം ഉള്ളത് ആണോ, രഥം അവിടം വരെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വീടിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തേ. ഇപ്പൊ അവിടെ കുറച്ച് ക്രൗഡ് കൂടിയേക്കുന്നുണ്ടോ, അവിടെ മിക്കവാറും അടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നല്ല രീതിയിലുള്ള ക്രൗഡും വിഷയങ്ങളും നടക്കുന്നുണ്ട്. അത് ചെണ്ടമേളത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ചാണ്, എന്താണെന്ന് അറിയില്ല. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ആര്യവേപ്പിന്റെ ഇല വെച്ച് ഇങ്ങനെ കറക്കി 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 ദേവി കയറുന്നതിന്റെ അവിടെ ഒരാൾ തുള്ളുന്നുണ്ട് കേട്ടോ ഉള്ളില്. നല്ല രീതിയിലുള്ള ക്രൗഡും ഉണ്ട്. ആ നേരിട്ട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള കാര്യമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവര് ശരീരത്തിൽ കയറും, പിന്നെ ഇവര് മുഖേന ഓരോരോ കാര്യങ്ങളൊക്കെ പറയും, ഓരോരോ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്നത് തീയാട്ടോ, തീക്കനലാണ്. ഇവിടുത്തെ ക്രൗഡ് കണ്ടങ്ങള് ഇവിടെ സേഫ്റ്റി ആയിട്ടുള്ള തമിഴ്നാട്ടിലെ ഫയർ റെസ്ക്യൂന്റെ ആൾക്കാരാട്ടോ. ക്രൗഡ് എന്ന് പറഞ്ഞാൽ അന്യായ ക്രൗഡും അന്യായ തീ കൊണ്ടുപോകുന്നുണ്ടോ.
கூட ஆலோபா கூட ஆலோபா பத்திரம் பாத்துங்க ரொம்ப பூர்த்தி வெளியிடுதா செய்யுங்க கவனம் போற மத்த வீட்டுல வாங்குற மாதிரி வந்து ചെറിയൊരു കാറ് ആകാശത്തൊട്ടില് ഇപ്പുറത്ത് ചെറിയ തൊട്ടില് അവിടെ കുട്ടികൾക്ക് ചാടി കളിക്കാം ഇവിടെ ചാടി കളിക്കാം കേട്ടോ കാർണിവല് പോലെ കെട്ടിയിട്ടൊന്നുമില്ല നമ്മളൊരു വീട്ടിൽ നിന്നല്ലേ ആ വീട്ടിലെ കുട്ടികളാട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ തിരിച്ച് വീട്ടിലേക്ക് പോട്ടോ അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ പോണ് ഓക്കെ നല്ല രീതിയിൽ പല്ലുവേനുണ്ട് എങ്ങനെ പല്ലുവേന വന്നേ വെയിലിട്ടിട്ട് ഉച്ചക്കത്തെ അപ്പൊ നമ്മള് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാണ് കുറച്ച് കഴിഞ്ഞ് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കുളിച്ച് അവരെല്ലാരും അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മള് തിരിച്ചു നടക്കാണ് കേട്ടോ ഇതിലെ വഴി ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒറ്റ വഴിയുള്ളൂ ഓ അതെ അമ്പലം അവിടെ ഇവിടെ പോലെ നടന്നു വന്ന പോലെ അറിഞ്ഞില്ല അല്ലേ നമ്മളിങ്ങനെ സ്ഥിരം നടക്കല്ലേ പിന്നെ അങ്ങനെ തന്നെ ഞങ്ങളെല്ലാരും ഇവിടെ മുടിഞ്ഞ കളി കളിച്ചോണ്ടിരിക്കുക കേട്ടോ നമ്മള് ഫെസ്റ്റിവല് കാര്യങ്ങളൊക്കെ കണ്ട് ഇന്ന് ഈ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്നേ നാളെ രാവിലെ എണീറ്റ് പോവും നമ്മള് താഴെ കിടന്നാണ് താഴെ പക്ഷെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ചൂടാട്ടോ നമ്മളങ്ങനെ മൂളി വന്ന് കിടക്കാണ് നല്ല വല്യവനാട്ടാക്ക് എന്റെ ആദ്യത്തെ ഭക്ഷണം കഴിച്ചൊരു വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ വീട്ടിലേക്ക് കഴിച്ചേ അപ്പൊ ഉറങ്ങാൻ പോവാട്ടോ നമുക്ക് നാളെ കാണാം